Hi friends, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലാനിന്റെ ഹാഫ് പോർഷൻ നമ്മൾ ലേഔട്ട് ചെയ്തിരുന്നു. നമ്മൾ സിറ്റ് ഔട്ട്, പോർച്ച്, ലിവിംഗ് സ്പേസ്, ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അതൊന്നും നമ്മൾ ചെയ്തിരുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡൈനിങ് സ്പേസ് ആണ്. ഇപ്പോൾ ഡൈനിങ് സ്പേസിന് നല്ല ലെങ്ത് ഉണ്ട്. അതായത് ഇതിന്റെ ലെങ്ത് പറയുന്നത് 739. ഇവിടെ നമ്മൾ TV സ്പേസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ 2 ഫാൻ കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഫാൻ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, 2 ഫാൻ സെറ്റ് ചെയ്തു. ഈ ഏരിയ നമുക്ക് ഒരു ഫാമിലി ലിവിംഗ് പർപ്പസിന് വേണ്ടി നമുക്ക് ഈ കാണുന്ന സ്പേസ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നമുക്ക് 2 സീലിംഗ് ലൈറ്റ്, ഇപ്പോൾ ഒരു കോറിഡോർ പോലെയാണ് ഇപ്പം ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സീലിംഗ് ലൈറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു ട്യൂബ് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വോൾ ലൈറ്റ്. ഇവിടെ വാഷ് ഏരിയ ആണ്. നമുക്കൊരു മിറർ ലൈറ്റ് കൊടുക്കാം. ഏകദേശം ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ലേഔട്ടിലേക്ക് മാറാം. ഇവിടെ നമുക്കൊരു സ്വിച്ച് ബോർഡ് കൊടുക്കാം. ഈ TV യൂണിറ്റ്സിന്റെ അവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ 2 സോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഹോം തിയേറ്റർ അല്ലെങ്കിൽ DVD പ്ലെയറിനും, ഒന്ന് TVക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കണക്റ്റഡ് ലൈൻ വരയ്ക്കാം. ഫസ്റ്റ് ഈ സ്വിച്ച് ബോർഡിൽ നമുക്ക് ഈ കാണുന്ന സീലിംഗ് ലൈറ്റിലേക്ക്, സെക്കൻഡ് തേർഡ്, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2-വേ സ്വിച്ച് കാണുന്നുണ്ട്. അത് നമുക്ക് ഔട്ട് സൈഡിൽ നമുക്കൊരു ലൈറ്റ് കൊടുക്കാം. ഇത് 2-വേ സ്വിച്ച് ആണ്. ഇത് മിറർ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്. ഏകദേശം നമ്മൾ ഡൈനിങ്ങിന്റെ ലേഔട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കിച്ചണിൽ നമുക്ക് ലേഔട്ട് ചെയ്യാം. ഫാൻ അപ്ലൈ ചെയ്യാം. 2 സീലിംഗ് ലൈറ്റ്. നമുക്ക് ഒരു ട്യൂബ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കാണുന്ന ഫസ്റ്റ് സ്വിച്ച്, അത് നമ്മുടെ ഇവിടെ കാണുന്ന ഇലക്ട്രിക് ചിമ്മിനി, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ ടോപ്പിൽ നമ്മളൊരു സോക്കറ്റ് സെറ്റ് ചെയ്യും. ഓക്കെ, രണ്ടാമത് കാണുന്ന ആ സ്വിച്ച് ഈ സീലിംഗ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. അടുത്തത് ഫാനെ കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് സീലിംഗ് ലൈറ്റ്. അടുത്തത് ഈ ട്യൂബിന്. ഇത് നമ്മൾ ഫ്രിഡ്ജിന് വേണ്ടിയുള്ള സ്വിച്ച് സോക്കറ്റുമാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ഒരു സ്വിച്ച് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഗ്യാസ് സ്റ്റൗവിന് പവർ സപ്ലൈയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്വിച്ചും സോക്കറ്റ് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും. അത് നമ്മൾ ലെജൻഡിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഒരു സ്വിച്ചും സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത് മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പം കിച്ചൻ്റെ ഏകദേശം ലേഔട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വർക്ക് ഏരിയയാണ്. ഓക്കെ, വർക്ക് ഏരിയയിൽ നമുക്ക് ഇവിടെ ഒരു ട്യൂബ് കൊടുക്കാം. ഓക്കെ, ഒരു ട്യൂബ് കൊടുത്തു. അടുത്തത് നമുക്ക് ഒരു ലൈറ്റ്, നമുക്ക് ഔട്ട് സൈഡിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ലൈറ്റ് കൊടുക്കണം. നമുക്ക് സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്വിച്ച് നമ്മൾ ഈ ട്യൂബിനെ കൺട്രോൾ ചെയ്യുന്നു. സെക്കൻഡ് ഈ വോൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. തേർഡ് ഔട്ട് സൈഡിലുള്ള വോൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. അത് 2-way സ്വിച്ചാണ്. ഇവിടെ അഡീഷണൽ ഒരു സോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് മോട്ടറിൻ്റെയാണ്. അത് 16 ആംപിയർ DP സ്വിച്ചാണ് മോട്ടറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത്. ഇവിടെ നമ്മളൊരു അഡീഷണൽ സോക്കറ്റ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വർക്ക് ഏരിയയിലായിരിക്കും നമ്മൾ ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റും നമുക്ക് ലേഔട്ട് ചെയ്യാം. ഇവിടെ ഒരു ഫാൻ അപ്ലൈ ചെയ്യാം. വോൾ ലൈറ്റ്, ലൈറ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് AC കൊടുക്കാം. ഇവിടെ ട്യൂബ് കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്വിച്ച് ബോർഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 2-way സ്വിച്ചിൽ നമ്മൾ ഈ സ്വിച്ച് ബോർഡ് ഈ ഫാനെ കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ കാണുന്ന 2-way സ്വിച്ച് ഈ ഫാനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ സ്വിച്ച് ഈ വോൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഈ സ്വിച്ചും ഈ വോൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ സ്വിച്ച് ട്യൂബിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ 16 ആംപിയർ സ്വിച്ച് നമ്മൾ AC-ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ചും സോക്കറ്റും അഡീഷണൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ വോൾ ലൈറ്റ് കൊടുത്തു. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മിറർ ലൈറ്റ് കൊടുക്കണം. ഫസ്റ്റ് സ്വിച്ച് ഈ വോൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യും. സെക്കൻഡ് മിറർ ലൈറ്റ്. ഇവിടെ നമുക്കൊരു എക്സോസ്റ്റ് ഫാൻ ഇവിടെ നമുക്ക് കൊടുക്കണം. ഓക്കെ, ഇപ്പം ലേഔട്ട് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ബേസിക് ലേഔട്ടാണ്. നമ്മൾ ഓരോ വർക്കിലും വ്യത്യസ്തമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണ്ട പോയിന്റ്സുകൾ നമ്മൾ കൊടുക്കണം. ഇത് പറയാൻ കാര്യം, നമുക്ക് ടോയ്ലറ്റിലൊക്കെ വാട്ടർ ഹീറ്ററിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ പല പല റിക്വയർമെൻറ്റ്സ് ആണ് ക്ലയൻസിന് വേണ്ടത്. അതനുസരിച്ച് നമ്മൾ ലേഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ലെജൻഡാണ്. അത് ലെജൻഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഓരോരോ പോയിന്റുകളും സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ ഹൈറ്റുകൾ, പിന്നെ ട്യൂബ് ഏത് ഹൈറ്റ് വെക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലെജൻഡ് എന്നാ നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റാണ്. സ്റ്റാൻഡേർഡ് ഹൈറ്റ് 120 to 130 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. സ്വിച്ച് ബോർഡ് ആ ഒരു ഹൈറ്റിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ചില ഏരിയാസിൽ വേരിയേഷൻസ് വരാം. അതായത് നമ്മളിപ്പോൾ ഒരു ബെഡ്റൂം നോക്കിക്കഴിഞ്ഞാൽ ബെഡ്റൂമിൽ നമുക്കറിയാം സൈഡ് ടേബിളൊക്കെ വരും. ബെഡ് സ്വിച്ചൊക്കെ കൊടുക്കാൻ നേരം
നമ്മൾ ആ സൈഡ് ടേബിൾ വരുമ്പോൾ നമ്മൾ അതിന് അനുപാതികമായിട്ടുള്ള ഹൈറ്റ് നമുക്ക് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈറ്റ് 80 സെൻറ്റിമീറ്ററാണ്. 80 സെൻറ്റിമീറ്ററാണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്കറിയാം AC ഉണ്ട്, സ്പ്ലിറ്റ് AC ഉണ്ട്. സാധാരണ ബിൽഡിംഗ് ഹൈറ്റ് നമ്മൾ 300 ആണ് കൊടുക്കുന്നത്, 300 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ കേസ് വരുമ്പോൾ നമ്മൾ 7 ഫീറ്റ് തൊട്ട് 8 ഫീറ്റ് വരെ നമ്മൾ ഹൈറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. കിച്ചണിൽ വരുമ്പം കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് നമ്മൾ ഒരു 1 ഫീറ്റ്, അതായത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം നമ്മൾ സ്വിച്ച് ബോർഡ് പ്ലേസ് ചെയ്യാൻ. അതായത് നമ്മൾ ഓവനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ അറിയേണ്ട കാര്യം ഹോബ് സെറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ പറയുന്ന കബോർഡിന് ഇൻസൈഡിലായിട്ട് നമ്മൾ 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലെ സ്വിച്ചും സോക്കറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വരുന്നത് ഹുഡാണ്. അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് 248 ഫീറ്റ് ഹൈറ്റ് വേണം നമ്മൾ ഇവിടെ സോക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഹൈറ്റുകളാണ് നമ്മൾ ലെജൻഡിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സൈഡിലേക്ക് കൊടുക്കുന്ന ഡ്രോയിങ്ങിൽ ലെജൻഡ് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ. പിന്നെ വരുന്നത് ബാക്കിയുള്ള ഓരോ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ടെലിഫോൺ നമ്മൾ കൊടുക്കുന്ന ഹൈറ്റുകൾ കാണിക്കുന്നുണ്ട്. മിറർ ലൈറ്റിൻ്റെ ഉണ്ട്. TV കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈസിനെ ബേസ് ആയിരിക്കും നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത്. സീലിംഗ് ഫാൻ എന്ന് പറയുന്നത് നമുക്കറിയാം 300 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള റൂമിനെ ബേസ് ആയിരിക്കും നമ്മളിത് ഈ ഹൈറ്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇങ്ങനെ ഓരോ ഹൈറ്റുകളും നമ്മൾ ലെജൻഡിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. കൂടുതൽ വീഡിയോസിനായി പ്ലാനറ്റ്സ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.